നമസ്കാരം. പറയാനുണ്ട് തൃശ്ശൂരിലേക്ക് സ്വാഗതം. റംബുട്ടാനുകളുടെ നാടെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു പഞ്ചായത്തിലാണ് ഇന്നുള്ളത്. പരിയാരം ഗ്രാമപഞ്ചായത്ത്. ചാലക്കുടിപ്പുഴയുടെ തീരത്തുള്ള പഞ്ചായത്താണ് പരിയാരം ഗ്രാമപഞ്ചായത്ത്. ചാലക്കുടി നിയമസഭാ മണ്ഡലത്തിൽ ചാലക്കുടി താലൂക്കിൽ ചാലക്കുടി ബ്ലോക്കിലാണ് പരിയാരം ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 16 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള പഞ്ചായത്തിൽ 15 വാർഡുകളാണുള്ളത്. രാഷ്ട്രീയമായി നോക്കുമ്പോൾ മാറി മാറി LDFും UDFും ഭരിച്ചിട്ടുള്ള പഞ്ചായത്തിൽ നിലവിൽ 2 തവണയായി LDFിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് പഞ്ചായത്തിനെ മുന്നോട്ട് നയിക്കുന്നത്. ഒട്ടേറെ വികസന പദ്ധതികളും പ്രവർത്തനങ്ങളും ഒക്കെ നടത്തിയ കാലഘട്ടമായിരുന്നു ഈ കഴിഞ്ഞതെന്നാണ് പഞ്ചായത്ത് ഭരണസമിതിയെ പൊതുവെ വിലയിരുത്തുന്നത്. നിലവിലെ കക്ഷിനില അനുസരിച്ച് LDFിന് 10 അംഗങ്ങളും UDFിൽ 5 അംഗങ്ങളുമാണ് പരിയാരം ഗ്രാമപഞ്ചായത്തിലുള്ളത്. ഒട്ടേറെ പ്രതിസന്ധികൾ നേരിടുന്ന പഞ്ചായത്ത് കൂടിയാണ് പരിയാരം. വർഷക്കാലത്ത് ചാലക്കുടിപ്പുഴയുടെ തീരത്തായതിനാൽ തന്നെ വെള്ളപ്പൊക്കത്തിന് സാധ്യത ഏറെയുള്ളതും വെള്ളപ്പൊക്ക ഭീഷണിയുള്ളതുമായ പഞ്ചായത്താണ്. ഒപ്പം വന്യമൃഗങ്ങളുടെ ആക്രമണം നേരിടുന്ന പഞ്ചായത്ത് കൂടിയാണ് പരിയാരം. ഇതിനെല്ലാം പരിഹാരം കാണേണ്ടതുണ്ട്. എന്തായാലും പഞ്ചായത്തിനെ സമഗ്രമായി തന്നെ അറിയാം. ചർച്ചയിലേക്ക്. പരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മായ ശിവദാസൻ CPM പ്രതിനിധി കൂടിയാണ്. ഒപ്പം തന്നെ പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് പ്രതിനിധിയുമായ PP ആഗസ്റ്റി എന്നിവരാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം തന്നെ പ്രസിഡന്റിലേക്ക് പോകാം. പ്രസിഡന്റ്, എങ്ങനെയാണ് നിലവിൽ ഈ ഒരു 4.5 വർഷക്കാലം പിന്നിടുമ്പോൾ പഞ്ചായത്തിൻ്റെ നിലവിലൊരു അവസ്ഥ? ഏതുവരെ എത്തി നിൽക്കുന്നു നേട്ടങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ ഒക്കെ? പരിയാരം പഞ്ചായത്തിൻ്റെ സംബന്ധിച്ച് കിട്ടിയ ഫണ്ടിനനുസരിച്ചിട്ട് 15 വാർഡാണ് പരിയാരം പഞ്ചായത്തിലുള്ളത്. അതിന് എല്ലാ വാർഡിലും തുല്യമായി തന്നെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടി ഒരു ടർഫ് കോർട്ടിൻ്റെ നിർമ്മാണം ഉദ്ഘാടനം കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് വഴിയോര വിശ്രമ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനങ്ങൾ കഴിഞ്ഞു. അതുപോലെ തന്നെ ഭിന്നശേഷി കുട്ടികൾക്കായിട്ടുള്ള ബഡ്സ് സ്കൂളിൻ്റെ നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ അംഗനവാടികളിൽ സ്മാർട്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് മിക്ക അംഗനവാടികളും പണികൾ ഒരുവിധം പൂർത്തിയായി നിലവിൽ നിന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മളെ സംബന്ധിച്ച് ആരോഗ്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ആരോഗ്യ മേഖലയ്ക്കും പാശ്ചാത്യ മേഖലയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്നത്. ആരോഗ്യ മേഖലയ്ക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മരുന്നുകൾ ലഭ്യമാവുന്നുണ്ട്. പാലിയേറ്റീവ് സംവിധാനം നല്ല രീതിയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്, പോകുന്നുണ്ട്. പിന്നെ ഹെൽത്ത് ഗ്രാൻഡ് ഉപയോഗിച്ച് 3 വാർഡിൽ 55 ലക്ഷം രൂപ വീതം വെച്ചിട്ട് 3 ഹെൽത്ത് സെൻ്ററിൻ്റെ പണി പുരോഗമനത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പിന്നോക്കം നിൽക്കുന്നവർക്ക് മറ്റുള്ള പഞ്ചായത്തിനെയും കൂടി ഉൾപ്പെടുത്തി വേണ്ടത് പിന്നോക്കത്തിൽ നിൽക്കുന്നവർക്ക് വേണ്ടി നമുക്കൊരു ഖാദി ബോർഡിൻ്റെ സ്ഥലം, ഒരു വിപണന കേന്ദ്രം, ജോലിക്ക് വേണ്ടി ഒരു വിപണന കേന്ദ്രത്തിന് നമ്മൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ തൊഴിൽ സംരംഭം, ആദ്യമേ തന്നെ തൊഴിൽ സംരംഭത്തിന് വേണ്ടി നമ്മൾ 110 പഞ്ചായത്ത് തലത്തിൽ 110 തൊഴിൽ സംരംഭം തുടങ്ങുന്ന അത് നമ്മൾക്ക് 110 തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ നമുക്ക് ടാർഗറ്റ് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ NABHൻ്റെ ഭാഗമായിട്ട് ആയുർവേദ ഡിസ്പെൻസറി അക്രിഡേഷൻ ഇത് കിട്ടി. അതുപോലെ തന്നെ പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാള് നവീകരണം പൂർത്തിയായി. SC കോളനികളിൽ 1 കോടി ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. പിന്നെ നമ്മുടെ സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഹാപ്പിനെസ് പാർക്കിന് വേണ്ടി നമ്മൾക്ക് PWയുടെ സ്ഥലം, ടെക് ബ്രേക്കിൻ്റെ അവിടെ PWയുടെ സ്ഥലം നമ്മൾക്ക് കൈവിട്ട് തന്നിട്ടുണ്ട്. അതിൻ്റെ നടപടികൾ ആരംഭിച്ചുകൊണ്ടിരിക്കാൻ പോകുന്നു. പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി കമ്മ്യൂണിറ്റി ഹാളിൻ്റെ മലയോര മേഖലയിലുള്ള കമ്മ്യൂണിറ്റി ഹാളിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. പിന്നെ ശേഷി കുട്ടികൾ, പിന്നെ നമ്മുടെ SC കുട്ടികൾക്ക് വേണ്ടി ലാപ്ടോപ്പ് വിതരണം, അതുപോലെ തന്നെ SC വിവാഹ ധനസഹായങ്ങൾ അതൊക്കെ പഞ്ചായത്ത് തലത്തിൽ നൽകി വരുന്നുണ്ട്. നമ്മുടെ റോഡിൻ്റെ ഇപ്പോൾ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് റോഡിന് ഫണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബ്ലോക്ക് തലത്തിലും നമുക്ക് ഫണ്ടുകൾ ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ക്രോഡീകരിച്ച് നമുക്ക് റോഡിൻ്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ PMJCYയുടെ 7 കോടി രൂപ വെച്ചിട്ട് പീലാർമൊഴി നമ്പർപടി റോഡ് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഗ്രാമീണ റോഡുകൾക്ക് 2 വാർഡിന് നമുക്ക് 45 ലക്ഷം രൂപ ഫണ്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീട് മെയിൻ്റനൻസ് SCകൾക്കും ജനറലും എന്ന വിഭാഗത്തിൽ വീട് മെയിൻ്റനൻസുകളൊക്കെ
എല്ലാ വാർഡുകളിലും ഒരുപോലെ തന്നെ നൽകി വരുന്നുണ്ട്. കൃഷി സംബന്ധമായിട്ട് അതുപോലെ വാഴ കൃഷിക്ക് വികസനം നൽകുന്നുണ്ട്. വാഴക്കണ്ണ് വിതരണം, കുറ്റിക്കുരുമുളക്, കിഴങ്ങ് വർഗ്ഗ കിറ്റ് വിതരണം എന്നിവയെല്ലാം നടപ്പാക്കി വരുന്നുണ്ട്. നെല്ലിന് സബ്സിഡി, നെൽകർഷകർക്ക് സബ്സിഡി, അതുപോലെ തന്നെ പാലിന് ക്ഷീരകർഷകർക്ക് പാലിന് സബ്സിഡി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോഴി വളർത്തൽ, മുട്ടക്കോഴി വിതരണം ഇതൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ വയോജനങ്ങൾക്ക് കട്ടിൽ, പിന്നെ വയോജനങ്ങൾക്ക് ഹിയറിംഗ് എയ്ഡ്, ഇതൊക്കെ പഞ്ചായത്ത് തലത്തിൽ ഒരുവിധം നല്ല വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഈ മറ്റേ ലൈഫ് പദ്ധതികളിലടക്കം ലൈഫ് പദ്ധതി ലൈഫ് 200 വീട് ഇപ്പോൾ 4 വർഷം പണി പൂർത്തിയായി കഴിഞ്ഞു. 200ഓളം വീടുകൾ. അതുപോലെ തന്നെ മാലിന്യമുക്ത, ഇപ്പോൾ ഏറ്റവും വലിയൊരു ക്യാമ്പയിനായിരുന്നു മാലിന്യമുക്ത നവകേരളത്തിൽ. അത് നല്ല രീതിയിൽ തന്നെ പഞ്ചായത്തിന് അഭിമാനത്തോടു കൂടി തന്നെ പറയാം, നല്ല രീതിയിൽ നമ്മൾക്കത് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം. അത് 37 പേരാണ് അതിദാരിദ്ര്യം. അതും നമ്മൾക്ക് 100% തന്നെ സത്യസന്ധമായിട്ട് തന്നെ പറയാം, നമുക്കത് പൂർത്തീകരിക്കാൻ സാധിച്ചു. റേഷൻ കാർഡ് ഇല്ലാത്തവർക്ക് റേഷൻ കാർഡ്, ആധാർ കാർഡ് ഇല്ലാത്തവർക്ക് ആധാർ കാർഡ്, വീട് മെയിൻ്റെനൻസ്, ടോയ്ലറ്റ് ഇല്ലാത്തവർക്ക് ടോയ്ലറ്റ്, വീടില്ലാത്തവർക്ക് ഇപ്പോൾ ഒരു ലാസ്റ്റ് ഒരാൾക്കും കൂടി വീട് അതിപ്പോൾ പണിതുകൊണ്ട് നിൽക്കുകയാണ്. സമഗ്ര മേഖലയിലും നല്ല വികസന പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കാൻ ഈ ഭരണസമിതിക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് പറയാം. ഓക്കെ, എന്തായാലും പഞ്ചായത്ത് അംഗം കൂടി ഉണ്ടല്ലോ, എന്തായാലും മറ്റൊരു മുന്നണിയുടെ ഭാഗമാണെങ്കിൽ പോലും എങ്ങനെയാണ് ഭരണസമിതി എന്ന് പൊതുവെ വിലയിരുത്തിയാൽ? പഞ്ചായത്തിൽ പൊതുവെ പ്രതിപക്ഷം ഇല്ലെന്നാണ് പറയുന്നത്, എന്നാൽ പോലും ഈ ഒരു 4-4.5 വർഷക്കാലം കഴിയുമ്പോൾ എങ്ങനെയാണ് പഞ്ചായത്തിൻ്റെ ഭരണസമിതി ഒന്ന് വിലയിരുത്തിയാൽ? പഞ്ചായത്തിൽ വികസനങ്ങൾ കുറേ നടന്നിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അത് പാർഷ്യാലിറ്റിയാണ്. ഭരണപക്ഷ അംഗങ്ങളുടെ വാർഡുകളിൽ സമൃദ്ധമായിട്ട് വികസനം നടക്കുമ്പോൾ പ്രതിപക്ഷ അംഗങ്ങളെ അവഗണിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് പരിയാരം ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിട്ടുള്ളത്. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതിന് ഒട്ടനവധി ഉദാഹരണങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഒരു പഞ്ചായത്തിനൊരു പോളിസി ഉള്ള അവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ പഞ്ചായത്ത് സമ്പൂർണ്ണമായിട്ട് വൈദികരിക്കുന്നു എന്ന് പറയാവുന്നൊരവസ്ഥ ഇന്നുമില്ല. പല ഭാഗങ്ങളും, പ്രത്യേകിച്ച് നമ്മളുടെ ഈ ആനമല സംസ്ഥാന പാതയിൽ പല ഭാഗങ്ങളും ഇപ്പോഴും സ്ട്രീറ്റ് മെയിൻ ഇല്ലാതെ പോകുന്ന പ്രദേശങ്ങളുണ്ട്, പല വാർഡുകളിലുണ്ട്. നമുക്കൊരു പോളിസി ഉണ്ടാവണം. അതായത് നമ്മുടെ പഞ്ചായത്ത് സമ്പൂർണ്ണ വൈദികമായ പഞ്ചായത്ത് നിന്ന് ഇപ്പോഴും മറ്റേ സെൻസറിൻ്റെയും മറ്റും ഉപകരണത്തോടുകൂടി വൈദ്യുതീകരണം നടത്തുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പല ഭാഗത്തും, പ്രധാന റോഡിൻ്റെ പല ഭാഗത്തും വൈദ്യുതീകരണം എത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഈ വർഷത്തെ നമ്മളുടെ പദ്ധതി എടുത്ത് നോക്കിയാൽ കാണാം, 18 ലക്ഷം രൂപ കുടിവെള്ള പദ്ധതികൾക്കായിട്ട് ഭരണപക്ഷത്തിൻ്റെ വിവിധ വാർഡുകളിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. 10 രൂപ പോലും പ്രതിപക്ഷത്തിൻ്റെ അംഗങ്ങൾക്ക് നൽകിയിട്ടില്ല. ആ സത്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല, അതൊരു ദൂർത്താണ്, അനാവശ്യ ചിലവാണ്. കാരണം നമ്മളിപ്പോൾ കുടിവെള്ളം കൊടുക്കുന്നത് അതിരപ്പള്ളി പഞ്ചായത്തിലെ ശുചീകരിച്ച ജലം ഗ്രാവിറ്റേഷൻ ഫോഴ്സിൽ നമ്മുടെ പരിയാരം പഞ്ചായത്ത് ഒരപ്പനെയുള്ള വാട്ടർ ടാങ്കിൽ വന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്. സംസ്ഥാന സർക്കാർ തന്നെ പോളിസിയാണ് എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുക എന്നുള്ളത്. അങ്ങനെ എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുക എന്നുള്ള രീതിയിൽ സർവ്വ റോഡുകളും വെട്ടിപ്പൊളിച്ച് പൈപ്പിട്ട് വെള്ളം കൊടുക്കുമ്പോൾ നമ്മൾ ഈ സംഖ്യ വെച്ചിരിക്കുന്നത് ഇതൊരു ദൂർത്താണ്, അനാവശ്യമായ ഒരു നീക്കിവെക്കലാണ്. അതുപോലെ പിന്നെയും ഞാൻ പറയുന്നതൊക്കെ അക്ഷരമായിട്ട് ഓരോ വാർഡും ഡ്രെയിനേജ് സംവിധാനം 16,50,000 രൂപ ഭരണകക്ഷി അംഗങ്ങളുടെ വാർഡിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു. ഒരു നയാ പൈസ പോലും പ്രതിപക്ഷ അംഗങ്ങളുടെ വാർഡിലേക്ക് ഈ ഡ്രെയിനേജ് സംവിധാനം തന്നിട്ടില്ല. എന്നാൽ ഞങ്ങളുടെ വാർഡിലൊന്നും ഡ്രെയിനേജ് ഇല്ലേ, അതുകൊണ്ടാണോ? അതുപോലെ അംഗൻവാടി മെയിൻ്റനൻസ് ഇവിടെ പറഞ്ഞു, സങ്കടം തോന്നുന്നുണ്ട്. നന്നായിട്ട് ഒട്ടനവധി അംഗനവാടി പൊളിച്ചു പണിതിട്ടുണ്ട്. പക്ഷേ പ്രതിപക്ഷ അംഗമായിട്ടുള്ള അംഗത്തിൻ്റെ ഡാർലി പോൾസൻ്റെ വാർഡിലൊരു അംഗനവാടിയുണ്ട്, 83-ാം നമ്പർ അംഗനവാടി. വന്ന കാലം തൊട്ട് വെളിച്ചം പോലും കടന്നു ചെല്ലില്ല, ഒരാൾക്ക് നീർന്ന് നിൽക്കാൻ പറ്റില്ല. കൂന് പിടിച്ച അംഗനവാടി, ഒട്ടകത്തിൻ്റെ മാതിരി നിൽക്കുന്നത്. ആ അംഗനവാടി പൊളിച്ചു പണിയെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും അതിന് ഫണ്ട് അനുവദിക്കുകയോ ആ അംഗനവാടി പൊളിച്ചു പണിയാനായിട്ട് സംവിധാനം ഏർപ്പെടുത്തുകയോ ചെയ്തില്ല എന്നുള്ളതാണ്. അതുപോലെ ഇപ്പോൾ ടർഫിൻ്റെ കാര്യം, 50 ലക്ഷം രൂപ ചെലവ് ചെയ്തപ്പോൾ അവിടെ ബാലികുളത്ത് ടർഫ് ഉണ്ടായിട്ടുണ്ട്. ഒരു കോടി രൂപയുടെ വികസനം ആ ഒരു ബാലികുളം പ്രദേശത്ത് മാത്രമായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അത് പോയി കാണാൻ ഒരു സൈഡൊക്കെ പൊളിഞ്ഞ് വലയൊക്കെ പൊളിഞ്ഞാണ് ഇരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിലാണത് ഉദ്ഘാടനം കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ വികസനത്തിൽ നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാവണം. അതിനൊരു കമ്മിറ്റി രൂപീകരിച്ച് അതിന് മെയിൻ്റനൻസ് കൊണ്ടുപോകുന്ന രീതിയിലൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടില്ലെങ്കിൽ നാളെ ഇതൊക്കെ പഞ്ചായത്തിൻ്റെ ബാധ്യതയായിട്ട് മാറും. നമ്മൾ ഉണ്ടാക്കിയിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അതുപോലെ തന്നെ റോഡുകളുടെ കാര്യം പറയാതിരിക്കാം. 41.5 ലക്ഷം രൂപ ഭരണപക്ഷി അംഗങ്ങളുടെ വാർഡിലേക്ക് കൊടുക്കുമ്പോൾ
പ്രതിവർഷങ്ങൾക്ക് കിട്ടുന്നത് 11 ലക്ഷം തൊട്ട് 15 ലക്ഷം രൂപ വരെ സംഖ്യ മാത്രമാണ് റോഡുകൾക്ക് വേണ്ടി മാത്രം വന്നിരിക്കുന്നത്. ഞങ്ങളുടെ റോഡുകളൊക്കെ ഒന്ന് കാണേണ്ടതാണ്. പൊട്ടിപ്പൊളിഞ്ഞ് നാശമായിട്ട് പട്ടിക്ക് പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുക. അത്രയും മോശമായിട്ട് കിടക്കുകയാണ് റോഡുകളൊക്കെ. അതുപോലെ ഇപ്പോൾ ഇവിടെ ടേക്ക് എ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് 10-25 ലക്ഷം രൂപ ചെലവ് ചെയ്ത് അതിരപ്പള്ളി ബാറിൻ്റെ മുമ്പിൽ ഒരു ടേക്ക് എ ബ്രേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ പേര് പറയുന്നില്ല. പക്ഷെ ഇന്ന് വരെ മന്ത്രി ബിന്ദുവാണ് അത് ഉദ്ഘാടനമൊക്കെ നിർമ്മിച്ചത്. ഇന്ന് വരെ അതിൻ്റെ പ്രവർത്തനം സജീവമാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. വെള്ളം പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. എങ്കിലും അത് ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്ന ആ സ്ഥാപനം അതൊരു സജീവമായ പ്രവർത്തനത്തിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. അതുപോലെ ഞങ്ങളുടെ പഞ്ചായത്തിൽ 6 LP സ്കൂളുകളുണ്ട്. അതിൽ ഈ കൊന്നക്കുഴി ഗവൺമെൻറ് LP സ്കൂളിൽ മാത്രമാണ് പ്രഭാത ഭക്ഷണ പരിപാടി നടത്തുന്നത്. അത് മാത്രമല്ല 40 ലക്ഷം രൂപയോളം ആ കൊന്നക്കുഴി LP സ്കൂളിന് വേണ്ടി മാത്രമായിട്ട് ഈ കാലയളവിൽ ചെലവഴിച്ചിട്ടുണ്ട്. ഇതൊരു ശരിയായ നിലപാടല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പോലെ തന്നെ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന മറ്റു സ്കൂളുകളാണ് പരിയാരം പഞ്ചായത്തിലെ ഈ മറ്റ് 5 LP സ്കൂളുകളിലും. അവർക്ക് പ്രഭാത ഭക്ഷണം കൊടുക്കണ്ടേ? അത് ചെയ്യാതെ തങ്ങളുടേതായ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ആ കൊന്നക്കുഴി സ്കൂളിന് മാത്രം പ്രഭാത ഭക്ഷണം കൊടുക്കുന്ന ഒരു രീതി അവലംബിച്ചിരിക്കുകയാണ്. അവിടെ മാത്രം അവിടെ വികസനം വേണം കാരണം അത് പഞ്ചായത്തിൻ്റെ സ്കൂളാണ് വേണം. പക്ഷേ അതുപോലെ തന്നെ നമ്മൾ മറ്റു കുട്ടികളെയും പരിഗണിക്കേണ്ടത്. അവരും പാവപ്പെട്ട ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന മറ്റ് 5 സ്ഥാപനങ്ങൾ, മൊത്തം 6 LP സ്കൂളാണ് നമ്മുടെ പഞ്ചായത്തിലുള്ളത്. അതുപോലെ കുളങ്ങൾ, ഈ ഭരണപക്ഷി അങ്ങനെയുള്ള കുളങ്ങൾക്ക് മാത്രമാണ് പൈസ കൊടുക്കുന്നത്. കാരണം തെക്കൻവേലിക്കുളം ഒരു 21 ലക്ഷം രൂപയുടെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാല്യകുളത്തിന് നല്ല രീതിയിൽ പൈസ ചെലവഴിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റുള്ള കണിയഞ്ചിറകളോ ചെങ്കോളോ അല്ലെങ്കിൽ തോളം ചിറകുളത്തിനൊന്നും 10ൻ്റെ പൈസ ഇതുവരെ മാറ്റി 4 വർഷമായിട്ട് മാറ്റി വെച്ചിട്ടില്ല. ഇത്തവണത്തെ ഫണ്ടിലും മാറ്റി വെച്ചിട്ടില്ല. അതൊരു ശരിയല്ല. വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്തിൻ്റെ എല്ലാ ഭാഗത്തും നടക്കണം. അല്ലാണ്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം വികസനം നടന്നു കഴിഞ്ഞാൽ നമ്മളൊരു സ്ത്രീയെ രൂപവലി എന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലാ അംഗങ്ങൾക്കും ഒരു ചാരുതയുണ്ടാവും കാണാനായിട്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം വളർന്നാൽ അത് വിരൂപമായിട്ടും മാറും. അപ്പോൾ പഞ്ചായത്തിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ കാഴ്ചപ്പാട് എല്ലാ മേഖലകളെയും തൊട്ട് ഉണർത്തി പോകേണ്ടതാണ്. അങ്ങനൊരു സംവിധാനം ഉണ്ടായിട്ടില്ല. അതുപോലെ ഇപ്പോൾ ഇവിടെ പഞ്ചായത്ത് ഓഫീസ് മെയിൻ്റനൻസിന് വേണ്ടി കുറേ പൈസയൊക്കെ ചിലവഴിച്ചിട്ടുണ്ട്. അവിടെ ആ ഫീഡിങ് റൂമൊക്കെ നിങ്ങളൊന്ന് പോയി കാണണം. അതിനൊക്കെ സീലിങ്ങൊക്കെ പൊളിഞ്ഞ് കിടക്കുക. കുട്ടികൾക്ക് മുല കൂട്ടാനായിട്ടുള്ള സംവിധാനമുള്ള ആ സ്ഥാപനത്തിൻ്റെ സീലിങ്ങൊക്കെ പൊളിഞ്ഞ് കിടക്കുകയാണ്. കാണുമ്പോൾ വളരെ പ്രത്യക്ഷം നോക്കുമ്പോൾ വളരെ മനോഹരം ആകുന്ന രീതിയിൽ ഒരു റെഡ് ഇതൊക്കെ കൊടുത്ത് പണിതിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മനോഹരമായ നല്ല റൗണ്ടിലുള്ള പില്ലറുകളായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ അനാവശ്യ ഫണ്ടുകൾ ചിലവഴിച്ചിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെ ഒരു പഴയ ജീപ്പുണ്ട്, 1 കൊല്ലത്തോളമായി അതാ ഇവിടെ കിടക്കുന്നത്. ഇതുവരെ അതൊന്ന് ലേലം ചെയ്ത് വെക്കാനായിട്ട് സംവിധാനം ഈ ഭരണസമിതിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. അതുപോലെ വേസ്റ്റ് നിർമ്മാർജ്ജനം നല്ല രീതിയിൽ ഉള്ള സംവിധാനം ഏർപ്പെടുത്തി. പക്ഷേ MCF ഇല്ല. അതോടൊപ്പം തന്നെ നമ്മൾ പലപ്പോഴും ആവശ്യപ്പെടുന്നതാണ്. കാരണം 1.5 സെൻറ്റ് 2 സെൻറ്റിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് അവരുടെ ജൈവമാലിന്യം മാറ്റി കളയാനായിട്ട് നിർവാഹമില്ല. അജൈവമാലിന്യം നമ്മൾ ശേഖരിക്കുന്നുണ്ട്. പക്ഷേ ഈ 1.5 സെൻറ്റിൽ 2 സെൻറ്റിൽ കിടക്കുന്നവൻ ഈ ജൈവമാലിന്യം എന്ത് കിട്ടിക്കണം? അപ്പോൾ അവർക്കൊരു ബയോബിൻ കൊടുക്കണമെന്ന് പലപ്പോഴും ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ അത് നടപ്പിലാക്കാനായിട്ടുള്ളൊരു സംവിധാനം ഒരുക്കിയില്ല എന്നുള്ളതാണ്. അതുപോലെ പിന്നെ പ്രശ്നം വിട്ടുപോയതാണ്. ഞങ്ങളൊരു ഖാദി ബോർഡിൻ്റെ ഒരു സ്ഥലം 28 സെൻറ്റ് സ്ഥലം പരിയാരം ഗ്രാമപഞ്ചായത്തിന് വിട്ടു വന്നിട്ടുണ്ട്. അതിൽ കെട്ടിടം പണിയും എന്ന രീതിയിലൊക്കെ ഒരു എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ വെച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇത് ഈ വർഷത്തെ ബജറ്റിലോ ഫണ്ടിലോ ഒന്നും തന്നെ ആ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയിട്ട് 10ൻ്റെ പൈസ മാറ്റി വെച്ചിട്ടില്ല. അപ്പോൾ വികസനത്തിന് നമുക്ക് ഭരണപക്ഷം പ്രതിപക്ഷം എന്നുള്ളതല്ല. പൊതുവിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ എവിടെ വികസനം വന്നാലും ഞാൻ പറയാം, ഏത് സാത്താൻ്റെ കയ്യിൽ നിന്നാലും നമുക്ക് നന്മ സ്വീകരിക്കാം എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലുള്ള കാഴ്ചപ്പാടാണ് നമ്മൾ ഉണ്ടാകേണ്ടത്. ആ രീതിയിലായിരിക്കണം വികസനമായിട്ട് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ 15 വാർഡിനും സമമായിട്ട് കൊണ്ടുവന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് എനിക്ക് യോജിക്കാൻ സാധിക്കില്ല. വളരെ തിരിച്ചു തന്നെയാണ് കണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡ്രൈനേജിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു PPST ചേട്ടൻ. പക്ഷേ ഏറ്റവും ആദ്യത്തെ 25 ലക്ഷം രൂപ CSC ഫണ്ട് PPST തന്നെയാണ് കിട്ടിയത്. മൊത്തത്തില് അതുപോലെ തന്നെ അത് ടേക്ക് എ ബ്രേക്കിന്റെ കാര്യം പറഞ്ഞു. കുടിവെള്ളം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. പക്ഷെ അത് കുടുംബശ്രീനെ ഏൽപ്പിക്കാനാണ് പറഞ്ഞേക്കണത്. അപ്പോൾ നമ്മൾക്ക് ബോർവില് വെള്ളത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ബോർവില് മോട്ടർ ആദ്യം വെച്ചു. ആ മോട്ടർ കളവ് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ബോർവില് അടിച്ച് വെച്ചിട്ട് പിന്നെ ഇപ്പോൾ അതിൻ്റെ മോട്ടറിന് ഫണ്ട് അവിടെ കെട്ടിയിട്ടുണ്ട്. മോട്ടർ ഇപ്പോൾ ശരിയായിട്ടില്ല. എന്നിരുന്നാലും വേറൊരു മോട്ടർ വെച്ചിട്ട് വെള്ളത്തിന് ഒക്കെ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അവരിപ്പോൾ കുടുംബശ്രീയുടെ ലോൺ അവർ അപേക്ഷ വെച്ചിട്ടുണ്ട്.
അവർക്ക് അപ്പോൾ കുടുംബശ്രീക്ക് മാത്രമല്ല കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർ ലോൺ ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ അടുത്ത് തന്നെ അവർ തുറന്നിരിക്കേണ്ടായിരുന്നു. പൊതുവെ ഈ പറഞ്ഞ ഒറ്റ വാക്കിൽ ഈ രാഷ്ട്രീയ വിവേചനത്തിൽ കഴമ്പുണ്ടോ ആരോപണത്തിൽ? ചെറിയ ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഭരണപക്ഷം ഇത് നിൽക്കുമ്പോൾ നമ്മൾ വാർഡുകളിൽ എടുക്കുന്നുണ്ട്. അതില്ലാന്ന് ഞാൻ പറയില്ല. ഇപ്പോൾ റോഡിനായാലും ഇപ്പോൾ അംഗൻവാടി ഇപ്പോൾ വെള്ളത്തിൻ്റെ പറഞ്ഞ അപ്പോൾ അത്രയും ലീക്കുകളുള്ള ഇതിന് മെയിൻ്റെനൻസിന് വേണ്ടി 1 ലക്ഷം അങ്ങനെയൊക്കെയാണ് വെച്ചേക്കണത് കുടിവെള്ളത്തിൻ്റെ ഇതിലായിട്ട്. അതായത് വികസനത്തിനും അതായത് ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് മാത്രമാണ് ഇപ്പം ഇത്തരത്തിൽ സ്വന്തം മുന്നണിയിൽപ്പെട്ട വാർഡുകളിലേക്ക് മലയോര മേഖലകൾ കേന്ദ്രീകരിച്ചിട്ടാണ്. ഇപ്പോൾ കുളത്തിൻ്റെ ഇതിന് ഫണ്ട് വെക്കാൻ ഇതില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ പറഞ്ഞ PPS ചേട്ടൻ പറഞ്ഞ കുളത്തിനൊക്കെ ഒരുപാട് ഫണ്ട് വേണം. ഇപ്പോൾ ഈ 25 ലക്ഷം വെച്ചാലൊന്നും ആവില്ല. അത് മെമ്പർമാർക്കും അറിയാം. അവിടെ വെച്ച് കഴിഞ്ഞാൽ അംഗൻവാടി കെട്ടിടത്തിന് പോലും നവീകരണത്തിന് വേണ്ടി ആവശ്യപ്പെടുമ്പോൾ പോലും അവിടെ പദ്ധതികൾ കൊടുക്കാതെ ഭരണപക്ഷത്തെ അംഗങ്ങൾക്ക് മാത്രം കൊടുക്കുന്നു എന്നാണ് ആക്ഷേപം. അത് പറയരുത്. പക്ഷേ ഈ ഒരു അംഗനവാടി നിങ്ങൾ പോയി കാണേണ്ടത് തന്നെയാണ്. അതുപോലെ ഡ്രെയിനേജിന് എനിക്ക് ഫണ്ട് തന്നു പറഞ്ഞു. അതിന്റെ സത്യാവസ്ഥ കൂടി മനസ്സിലാക്കണം. 12 കുടുംബങ്ങൾ വെള്ളത്തിൽ മുങ്ങി പോകും ആ ഡ്രെയിനേജ് അവിടെ പണിതില്ലെങ്കിൽ. അതാണ് അവസ്ഥ. ആരംഭത്തിൽ ഒരു സമയത്ത് മാത്രം ഫണ്ട് വന്നതോട് ശരിയാണ്. പക്ഷെ അതിനുശേഷം വരുന്ന 4 വർഷങ്ങളിലും ഒരു പൈസ പോലും ഞങ്ങൾക്ക് തന്നിട്ടില്ല. അത് പേരിന് വേണ്ടി മാത്രം എക്സ്റ്റൻഷൻ കേസായി തോന്നുന്നു. ഞാൻ പറഞ്ഞു 12 കുടുംബങ്ങൾ വെള്ളത്തിൽ മുങ്ങി പോകും. അല്ല, ആദ്യമേ പറയുകയുണ്ട് നമ്മൾ ഭരണസമിതി എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും ഒരേപോലെയാണ്. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ വികസന പ്രവർത്തനം നടന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ നടന്നു എന്ന് ഞാൻ സമ്മതിച്ചു. ഞാൻ അതിന് ഇത് പറഞ്ഞില്ല. പക്ഷെ അതിലൊരു ഇങ്ങനൊരു വിവേചനം ഇതൊരു ശരിയല്ല. അത് ഏറ്റവും വികസനം എത്തിക്കുന്നതിലും രാഷ്ട്രീയ വിവേചനം കാണിക്കുന്നു. മോശമായ ഭാഗങ്ങളല്ലേ ഉയർത്തിക്കൊണ്ടുവരേണ്ടത്. അതല്ലേ നമ്മൾ പഠിക്കുന്നത് ചെയ്യുന്ന മറ്റുള്ളവർക്ക് മാതൃക കാണിക്കേണ്ടത്. ആ ഒരു വിവേചനമാണ് പറയുന്നത്. പ്രധാനമായും പല പദ്ധതികളിലും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വിവേചനം കാണിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അത് പിന്നെ പ്രതിപക്ഷം നിൽക്കുമ്പോൾ അങ്ങനെയല്ലേ പറയുള്ളൂ. ഞാൻ പറഞ്ഞു ഫാക്ട്. വാർഡുകളുടെ പേര് പറയണം. ഏത് വാർഡുകൾക്ക് എത്രയ്ക്ക് പൈസ. അദ്ദേഹം കണക്കുകളും പദ്ധതികളും നിരത്തിയാണ് പറയുന്നത്. എന്തായാലും അതിനപ്പുറത്തേക്ക് ചില ആരോപണങ്ങൾ, അതായത് പല പദ്ധതികളിലേക്കും എത്തുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതായത് പൂർത്തീകരണം ഇപ്പൊ അംഗൻവാടി കെട്ടിടത്തിന്റെ നമുക്ക് ഗവൺമെന്റ് സ്കൂളിന് മാത്രം പഞ്ചായത്ത് ഫണ്ട് കൊടുക്കാൻ പറ്റുള്ളൂ എന്നറിയില്ല. അല്ലെങ്കിൽ വേറെ ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഓഡിറ്റിന്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ അത് ചെയ്യേണ്ടത് ആ ഗവൺമെന്റ് ആ ടീച്ചറാണ് ചെയ്യേണ്ടത്. പക്ഷെ ടീച്ചർ ചെയ്യില്ല. പിന്നെ നമ്മളെ സംബന്ധിച്ച് ആ സ്കൂളിരിക്കുന്നത് അതിരപ്പള്ളിയുടെ ആ പഞ്ചായത്തിന്റെ അടുത്തായിട്ടാണ് ആ സ്കൂളിരിക്കുന്നത്. അപ്പൊ ഏറ്റവും താഴ്ന്ന കുട്ടികളാണ് അവിടേക്ക് വരുന്നത്. അല്ലെങ്കിൽ ആ അത്രയും പോലും ചെയ്തില്ലെങ്കിൽ അവിടെ പരിധിയിൽപ്പെടുന്ന ഒരു സ്കൂൾ ആയതുകൊണ്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അത്ര പാവപ്പെട്ട കുട്ടികളാണ് അവിടെ നിന്ന് വരുന്നത്. അപ്പൊ നമ്മൾക്ക് ഇപ്പൊ തന്നെ പഞ്ചായത്ത് ബസ്സിന്റെ വണ്ടിയുടെ തന്നെ ഇവിടുന്ന് ഇത് കൊടുത്തു. ഇപ്പൊ PPS ചേട്ടൻ പറഞ്ഞത് ശരിയാണ്. നമ്മള് കൊടുക്കാണ്ട് നിർവാഹമില്ല. കാരണം വെച്ചാൽ ആ കുട്ടികൾ ഫീസ് പോലും അദ്ദേഹം പറയുന്നുണ്ട് ആ സ്കൂളിന് കൊടുക്കുന്നതുകൊണ്ട് യാതൊരു വിരോധവും ഇല്ല. വികസനം വരണം, സഹായിക്കണം. അതിനപ്പുറത്തേക്ക് മറ്റ് വിദ്യാലയങ്ങൾ കൂടി പരിഗണിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഫണ്ടിന്റെ അപര്യാപ്തത കുറവുണ്ടോ? അത്തരം കാര്യങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ സാമ്പത്തിക പ്രശ്നം? അതെ ഇപ്പൊ ഫണ്ട് പറഞ്ഞ പോലെ പണ്ടത്തെ ഇതൊന്നും ഇല്ലല്ലോ. ഈ അപ്പുറത്തേക്ക് നേരത്തെ പറയുന്നുണ്ട് ഈ റോഡുകളുടെ അവസ്ഥ, അദ്ദേഹത്തിന്റെ അടക്കം വാർഡുകളിലെ റോഡുകളുടെ അവസ്ഥ വളരെ ശോചനീയമാണെന്നാണ് പറയുന്നത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഫണ്ട് വന്നേക്കുന്നത് പിലാർമൊഴി റോഡിന് തന്നെയാണ് അവിടെ വന്നേക്കുന്നത്. എന്നിരുന്നാലും എന്താണെന്ന് വെച്ചാൽ NH നാഷണൽ ഹൈവേയുടെ ഭാഗമായിട്ട് ആ റോഡ് തീരെ പോയി. ആ വണ്ടി മണ്ണ് കൊണ്ടുപോയിട്ട് റോഡ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പോയി കണ്ടാലാണ് അതിൻ്റെ അവസ്ഥ അറിയുള്ളൂ. അപ്പം നമ്മുടെ MLA ഫണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് അത്രയും ഫണ്ട് MLA വെച്ചിട്ട് ഫണ്ട് തന്നിട്ടുണ്ട്. പക്ഷെ ആ ഫണ്ടൊന്നും തികയില്ല. അപ്പോൾ ഒരു 30 ലക്ഷം രൂപ ഈ ഇതിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 10 ലക്ഷം കൂടി സർക്കാർ ഫണ്ട് അതിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പം അത് കൂടുതലാണെന്നുണ്ടെങ്കിൽ വേറെ വാർഡിലേക്ക് ഇതാക്കും. മെയിൻ്റനൻസ് ഗ്രാൻഡ് വരുമ്പോൾ നമ്മുടെ വാർഡുകളിലെ റോഡുകളും കൂടി പരിഗണിച്ചുകൊണ്ടാണല്ലോ സർക്കാർ മെയിൻ്റനൻസ് ഗ്രാൻഡ് തരുന്നത്. പക്ഷേ അതിൽ സിംഹമാകും 10 ലക്ഷം രൂപ കിട്ടിയിട്ട് 5 ലക്ഷം പ്രതിപക്ഷത്തിന് പറഞ്ഞു കൊടുക്കും. ബാക്കിയുള്ള എല്ലാ സംഖ്യയും ഭരണപക്ഷത്തിന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ ടോളറേറ്റ് ചെയ്ത് പോകാൻ സാധിക്കും? 24 ലക്ഷം രൂപ ഇത് ഒരു വാർഡിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ 2 ലക്ഷം വെച്ച് ഇതെടുക്കാൻ പറ്റുമോ? അപ്പൊ ആദ്യം ഇതുപോലെ തന്നെ ഒരു ഫണ്ട് വന്നിട്ട് എല്ലാ മെമ്പർമാരും ഈ 2 ലക്ഷം വെച്ച് അതെങ്ങും എത്തില്ല. അവർ തമ്മിൽ നമ്മളെല്ലാവരും തമ്മിൽ
അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ഇതൊക്കെ ആയിട്ടാണ് ഓരോ റോഡുകൾ പൂർത്തിയാക്കുന്നത്. ധാരണയിലാണ് അത്ര ഒരു ധാരണ പറയുന്നത്. അതായത് ഫണ്ടുകൾ കൊടുക്കുമ്പോൾ അത്ര ഒരു ധാരണയുടെ പുറത്താണ് കൊടുക്കുന്നത്. ഞാൻ പറയുന്നത് മാന്യമായ ഡീലിങ്സ് നമുക്ക് ധാരണയാണ്, അല്ലാതെ ഇതുള്ളത് പിടിച്ചു എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, അതായത് അധികാരത്തിൻ്റെ ഒരു പ്രമത്തത കാണിക്കുന്ന അതിലുള്ള ശരി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 10 മെമ്പേഴ്സ്, ഞങ്ങൾ 10 മെമ്പേഴ്സ്, നിങ്ങൾ 5 മെമ്പേഴ്സ് ഉണ്ട്, വന്നതിൻ്റെ 3-1 ഞങ്ങൾക്ക് 3-2 നിങ്ങൾക്കെന്ന് പറയുന്നത് അത് മര്യാദയാണ്. അത് നമുക്ക് മനസ്സിലാക്കാം. അതുള്ളൊരു ശരി. അങ്ങനെ ചോദിച്ചിട്ടും കിട്ടുന്നില്ല എന്നുള്ളതാണ് അല്ലേ? അതിനെ ഇപ്പൊ നേരത്തെ ഞങ്ങൾക്ക് തരണ്ടേ, മാന്യമായൊരു ഞങ്ങൾക്ക് തരണ്ടേ. ധാരണയ്ക്ക് അപ്പുറത്തേക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടുന്നില്ല എന്നൂടെ പറഞ്ഞു വെക്കുന്നു. ഓക്കെ, ഈ നേരത്തെ അദ്ദേഹം പറയുന്നുണ്ട് വൈദ്യുതീകരണത്തിന്റെ കാര്യത്തിലേക്ക് പല വാർഡുകളിലേക്കും ഇതുവരെയും വൈദ്യുതി എത്താത്ത വാർഡുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഫണ്ട് ആദ്യത്തെ വർഷം കയറിയപ്പോൾ തന്നെയാണ് എല്ലാ വാർഡിലും സ്ട്രീറ്റ് മെയിൻ വലിക്കാൻ വേണ്ടി ഫണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫണ്ട് വാർഡിലുകളിൽ പിന്നത്തെ ഫണ്ടുകളൊന്നും വെച്ചിട്ടില്ല. സ്ട്രീറ്റ് മെയിൻ വലിക്കാൻ വേണ്ടി ഫണ്ട് വെച്ചിട്ടില്ല. അത് ഫണ്ടിൻ്റെ ഇത് തന്നെ ഫണ്ട്. അപ്പോൾ അത്രയും ഇത് പോയി മെയിൻ്റനൻസിന്, അപ്പോൾ റോഡിന് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ആണ്. അപ്പം എത്തണ്ടാണെന്നാണോ? കാരണം അടിസ്ഥാന സൗകര്യ വികസനത്തില് വെള്ളം, വെളിച്ചം, വായു എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ വെളിച്ചത്തിന്റെ അത് പറയുന്നുണ്ട്. ഈ കഴിഞ്ഞ ഇതിലാണ് PPSTക്ക് ഫണ്ട് കൊടുത്തിട്ടുണ്ട്. അല്ല, ഞാൻ പറയുന്നത് നമുക്കൊരു ഒരു പോളിസി മാറ്ററായിട്ട് ഇപ്പം ഞങ്ങളിപ്പോൾ സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച പോലെ അല്ലെങ്കിൽ ഓലപ്പൊടിയില്ലാത്ത ഇത് അങ്ങനെയൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പം അങ്ങനെ ഒരു ഇതിലേക്ക് എത്താനായിട്ടൊരു ഒരു ഇത് നമുക്കുണ്ടാവും, നമ്മുടെ പഞ്ചായത്തിലുണ്ടാവും. നമ്മൾ അങ്ങനെ ആ രീതിയിൽ അത്തരം ഒരു പദ്ധതി, അതായത് വികസനം അല്ലെങ്കിൽ ഒരു കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയല്ലേ ഭരണസമിതി മുന്നോട്ട് പോയത്. ഈ ഒരു കാരണം ഭരണസമിതിയുടെ അവസാന കാലഘട്ടമാണ്, തെരഞ്ഞെടുപ്പ് വർഷമാണ്. അതിലേക്ക് മുന്നിലേക്ക് വരുമ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ വികസനം ചൂണ്ടിക്കാണിക്കപ്പെടാൻ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ പഞ്ചായത്തിൽ സമ്പൂർണ്ണ വൈദ്യുതീകരണം അല്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടേക്ക് ഞാൻ CSRന്റെ ഭാഗത്തൊക്കെ അവിടെ 1-2-3 പോസ്റ്റുകളിൽ സ്ട്രീറ്റ്മെന്റ് ഇല്ല. അവിടെ ഒരു ആക്സിഡന്റ് നടന്ന് 2 പേര് ഒറ്റ മൊമെന്റിൽ മരിച്ചതാണ്. അല്ല, കാരണം അതിനകത്ത് പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ പ്രസിഡന്റ് തന്നെ സമ്മതിക്കുകയാണ് വെളിച്ചം എത്തിയിട്ടില്ല എന്ന് പറയുന്നു, അതിലേക്ക് ഫണ്ട് വെക്കാൻ നിർവാഹമില്ല എന്ന് പറയുന്നു. അപ്പോൾ തന്നെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമുക്ക് പരിയാരം പഞ്ചായത്തിനെ സംബന്ധിച്ച് വന്യമൃഗങ്ങളും മനുഷ്യരും ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടപ്പെടുന്ന ഒരു ജില്ലയിലെ പ്രധാന പഞ്ചായത്താണ്. അവിടെ എല്ലാ സ്ഥലത്തും ഇതില്ലാണ്ടില്ലല്ലോ. അതിലേക്ക് വരുമ്പോൾ അത്തരം കാര്യങ്ങൾ സ്ഥിരമായി നടക്കുന്ന ഒരു പഞ്ചായത്ത് കൂടി ആകുമ്പോൾ അത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ അല്ലെങ്കിൽ അല്ലേ? മറ്റേ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിലടക്കം നേരിടാൻ പഞ്ചായത്ത് അടക്കം സജ്ജമായി നിൽക്കേണ്ട അത്തരം കാര്യങ്ങൾക്ക് പദ്ധതികൾ ആവിഷ്കരിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ അതിലേക്ക് എന്തെങ്കിലും പഞ്ചായത്തിൻ്റെതായ എന്തെങ്കിലും പദ്ധതികളോ അതിന് മുൻകൈ എടുക്കേണ്ടതോ അത്തരം കാര്യങ്ങളിലേക്ക് എന്തെങ്കിലും ഫണ്ടിനനുസരിച്ചിട്ട് ഇപ്പോൾ സ്ട്രീറ്റ് മെയിൻ വലിക്കാൻ ഇപ്പോൾ പറഞ്ഞില്ലേ, ആദ്യത്തെ വർഷം നമ്മൾ എല്ലാ ഇതിലും കൊടുത്തിട്ടുണ്ടായിരുന്നു, എല്ലാ വാർഡുകാർക്കും ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നത്തെ വർഷം അത്യാവശ്യം ഇപ്പോൾ ഒരു 2-3 വാർഡുകൾ ഈ ഏറ്റവും ഈ പറഞ്ഞ വന്യമൃഗശല്യം അത്തരം ഒരു കുറഞ്ഞൊരു തുക കൊണ്ട് അല്ല, ഈ MP ഫണ്ട്, MLA ഫണ്ട് അത്തരം കാര്യങ്ങളിലൂടെ ഇത്തരം പദ്ധതികൾ ഫണ്ട് നമ്മൾക്ക് പഞ്ചായത്തിന് കിട്ടിയിട്ടില്ല. MLA റോഡുകൾക്ക് ഫണ്ട് തന്നിട്ടുണ്ട്. കാരണം ഇപ്പം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണല്ലോ വന്യമൃഗങ്ങളുടെ ശല്യവും ജനങ്ങളുമായിട്ടുള്ള നിരന്തരമായ ആക്രമണങ്ങളും. ഇപ്പൊ ഫെൻസിങ് വലിക്കാനുള്ള ഇത് നബാർഡിന്റെ ഇതിലൊക്കെ തയ്യാറായിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് തന്നിട്ടുണ്ട്, റോഡുകൾക്ക് തന്നിട്ടുണ്ട്, കെട്ടിടങ്ങൾക്ക് ബിൽഡിങ്ങിനൊക്കെ തന്നിട്ടുണ്ട്, കമ്മ്യൂണിറ്റി ഹാളിന് തന്നിട്ടുണ്ട്, അംഗനവാടികൾക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലോക്ക് അവരുടേതായ ഫണ്ടിനനുസരിച്ചിട്ട് കുടിവെള്ളത്തിൻ്റെ ഇതിന് തരുന്നുണ്ട്. അതുപോലെ തന്നെ റോഡുകൾക്കൊക്കെ 5 ലക്ഷം വെച്ചൊക്കെ ആണെങ്കിലും ബ്ലോക്കിൽ നിന്നും തന്നിട്ടുണ്ട്. തരാത്ത കാര്യം നമ്മൾ തന്നില്ല എന്ന് പറയരുത്, തന്ന കാര്യങ്ങൾ. മറ്റേ അദ്ദേഹം ആലോചിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ കുടിവെള്ള പദ്ധതിക്കടക്കം ദൂരത്താണെന്ന് പറയുന്നുണ്ട്. അത് പറയണത് ശരിയല്ല. അതെന്ന് വെച്ചാൽ പഞ്ചായത്തിൻ്റെ ആസ്തിയിലുള്ള ഇതിനെയാണ് നമ്മൾക്ക് ഈ ചെറിയ ചെറിയ മെയിൻ്റനൻസ്. ഇപ്പോൾ ഈ മലയോര മേഖലകളിലേക്ക് കുടിവെള്ളം എത്താത്ത അവസ്ഥകൾ വരുന്നുണ്ട്. അപ്പോൾ അവർ ഗ്രാമസഭകളിൽ ഉന്നയിക്കുമ്പോൾ എന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ലീക്കുകളാണെന്ന് പറയും. പൈപ്പ് മെയിൻ്റെനൻസ് ചെയ്തിട്ട് വർഷങ്ങളായി. അപ്പോൾ ചിലപ്പോൾ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ആ മെയിൻ്റെനൻസ് ചെയ്ത് ആ
മലയോര മേഖലകളിലേക്ക് എത്തപ്പെടാൻ പറ്റാത്തടത്തേക്ക് ആ ലീക്ക് വെള്ളം പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ 2 ലക്ഷം വെച്ച് കൊടുത്തിട്ടുണ്ട്. ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ ഇപ്പോഴത്തെ വാട്ടർ ടാങ്ക് നിൽക്കുന്നത് അതിൽ പഞ്ചായത്തിൽ കണ്ണാങ്കുഴിയിൽ അവിടെ പ്യൂരിഫൈ ചെയ്ത വെള്ളം ശേഖരിച്ചിട്ട് അത് നമ്മളുടെ പഞ്ചായത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗത്ത് ടാങ്ക് നിർമ്മിച്ച് അതിലേക്ക് കൊടുത്തിട്ട് അവിടെ നിന്നാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് പഞ്ചായത്തിൻ്റെ എല്ലാ ഭാഗത്തും വെള്ളം എത്തും. അതിനുവേണ്ടി എല്ലാ റോഡും പൊളിച്ച് പൈപ്പ് ലൈൻ ഇട്ട് അതിനുള്ള ഇത് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യം നമ്മൾ വീണ്ടും അതിന് വേണ്ടി ഇങ്ങനെ ഈ കൊച്ചു പദ്ധതികൾ ഒരു കാലത്ത് അതിന് പോഷിപ്പിക്കാം. ഇപ്പോൾ ഈ ജസ്റ്റ് ഈ 1-2 മാസത്തോടുകൂടി അത് കമ്മീഷൻ ചെയ്യാൻ പോവുകയാണ്. ഏറ്റവും ഫസ്റ്റ് ചാലക്കുടി നിയോജകമണ്ഡലത്തിലാണ് ഈ കുടിവെള്ള പദ്ധതി കമ്മീഷൻ ചെയ്യാൻ പോകുന്നത്. MLA അടക്കം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വീണ്ടും നമ്മൾ അവിടേക്ക് ഫണ്ട് കൊടുക്കുന്നത്, അതായത് ഓൾറെഡി സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി നിലനിൽക്കുമ്പോൾ അവിടെ വീണ്ടും പഞ്ചായത്ത് അധികമായി ഫണ്ട് വിനിയോഗിക്കുന്നു എന്നാണോ? അത് ശരിയല്ല, അതിൻ്റെ ആവശ്യമില്ലാന്ന്, അൺനെസസറി. അതാണ് അദ്ദേഹം പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞ ഇങ്ങനെ ആ വെള്ളം ഇപ്പൊ 2-3 മാസത്തിനുള്ളിൽ കിട്ടും. വെള്ളം കിട്ടിക്കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ആവശ്യമാണ്. അപ്പൊ ഇതുപോലെ ഞങ്ങളെ സംബന്ധിച്ച് കൊന്നക്കുഴി ആ ഭാഗങ്ങളിലൊക്കെ വെള്ളത്തിന് ഒരുപാട് ഇത് ഉണ്ട്, ഇങ്ങനെ പൈപ്പ് ലീക്ക് വന്നിട്ട്. അപ്പോൾ കാലങ്ങളായിട്ട് ആനയൊക്കെ ചവിട്ടി പോയിട്ട് പൈപ്പ് ഇതൊക്കെ പൊട്ടിയ ഇതാണ്. അംഗീകാരം കിട്ടി വരുമ്പോൾ 3 മാസം കഴിയും. സാങ്കേതികത്വമാണ് പല കാര്യങ്ങളും. അപ്പോൾ പിന്നെ ഇത് കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. ഈ നമുക്കറിയാം ഇപ്പോൾ യുവജനങ്ങൾ ധാരാളമായിട്ടുള്ള സാഹചര്യമാണ്. അവരുടെ ഉദ്യോഗാർത്ഥികൾ ജോലിയില്ലാതെ വിഷമിക്കുന്നൊരു കാലഘട്ടത്തിലാണ്. അത്തരം ഈ യുവജനങ്ങൾക്കായിട്ടും യുവ കർഷകർക്കായിട്ടും അങ്ങനെ അത്തരത്തിലുള്ള പദ്ധതികൾക്ക് എന്തെങ്കിലും പഞ്ചായത്ത് മുൻകൈ എടുത്ത് വല്ല പദ്ധതികളും ആസൂത്രണം ചെയ്തിട്ടുണ്ടോ? അതിൻ്റെയൊക്കെ ഈ യുവാക്കളെ പരിപോഷിപ്പിക്കുന്നതിനായിട്ട് ഇപ്പോൾ യുവ കർഷകർ എന്തെങ്കിലും പ്രത്യേകമായ പദ്ധതി? കാരണം ഒരു കാർഷിക ഗ്രാമം കൂടിയാണ്. ഡിപ്പാർട്ട്മെൻറ്റൽ സ്കീംസ് ഉണ്ട് അവർക്ക്. പഞ്ചായത്ത് സ്പെഷ്യലായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇതൊന്നുമില്ല. ഞങ്ങൾ കാർഷിക മേഖലയിൽ നല്ലൊരു പൈസ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് പല വിവിധ കാര്യങ്ങളിലായിട്ട്. കർഷകരെ സഹായിക്കാനായിട്ട് വാഴകൃഷിക്ക് വളമടക്കമുള്ള കാര്യങ്ങൾ, മരുന്ന് റെഡിയൊക്കെ അങ്ങനെ തുടങ്ങി നല്ല പ്രോജക്റ്റുകളൊക്കെ ഞങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. നല്ലതിനെ നല്ലതെന്ന് പറയാനുള്ളൂ, മോശമെന്ന് പറയാൻ പാടില്ല. പക്ഷേ അങ്ങനെ യുവാക്കൾക്ക് പ്രത്യേകിച്ച് ഇന്ന് ആരും യുവതകൾ ആരും തന്നെ ഈ രംഗത്തേക്ക് കടന്നു വരുന്നില്ല, കാർഷിക രംഗത്തേക്ക് കടന്നു വരുന്നില്ല. അപ്പം വിദ്യാഭ്യാസം കെട്ടിക്കഴിഞ്ഞാൽ അവർ ഇവിടുന്ന് കെട്ടി പോകുന്നൊരു സംവിധാനമാണ്. കാരണം ഒത്തിരി തൊഴിലധിഷ്ഠിത തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ പഞ്ചായത്തുകൾക്ക് ഇപ്പോൾ പ്രത്യേകമായി പല പഞ്ചായത്തുകളിൽ ഇപ്പോൾ നൈപുണ്യ വികസന കേന്ദ്രങ്ങളുണ്ട്. പ്രത്യേകിച്ച് വനിതകൾക്ക് മറ്റേ അത്തരം കേന്ദ്രങ്ങൾ ഉപകാരപ്രദമാകുന്നുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ എന്തെങ്കിലും പദ്ധതികളോ എന്തോ ആവാം. അതിനാണ് ഒരു നൈപുണ്യ ഒരു തൊഴിൽ സംരംഭത്തിന് വേണ്ടിയാണ് ഖാദി ബോർഡിൻ്റെ സ്ഥലം നമുക്ക് വിട്ടത്. അവിടെ ഒരു സമുച്ചയം തന്നെ പണിയാനാണ്. അത് നല്ലൊരു ഇത് വേണം, ഫണ്ട് നമുക്ക് അതിന് വേണ്ടി വരും. അത് എല്ലാവരും MP MLA ജില്ലാ ബ്ലോക്ക് ഇതൊക്കെ തലത്തിൽ ഇത് അപ്പോൾ ബഡ്ജറ്റിൽ നമ്മൾ വെക്കാൻ വേണ്ടി സർക്കാരിൽ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഫണ്ട് നമുക്ക് തരണം എന്ന് പറഞ്ഞിട്ട്. അല്ല, നേരത്തെ പറഞ്ഞ് MP ഫണ്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നു. അത് എന്താ MP ഫണ്ട് അതെന്താണ് ഇത്? കാരണം കിട്ടിയ നേരത്തെ അദ്ദേഹം പറയുന്നുണ്ടായി കിട്ടിയ പദ്ധതി ഈ വിഹിതം കൃത്യമായി ചെലവഴിക്കുന്നതിൽ എന്തെങ്കിലും വീഴ്ച പറ്റി? ഇല്ല, MP ഫണ്ട് നമുക്ക് പരിയാരം പഞ്ചായത്തിന് തന്നിട്ടില്ല. ഇന്ന് വരെ 4 വർഷമായിട്ടും നമുക്ക് തന്നിട്ടില്ല. അത് കഴിഞ്ഞ കാലങ്ങളിലും പണിയാൻ പോകുന്നത് 13,070 സ്ക്വയർ ഫീറ്റുള്ള ബിൽഡിംഗ് ആണ് പണിയാൻ പോകുന്നത്. അത് അതിലൊരു മൗഢ്യം. അതായത് 2026 ഞങ്ങളിപ്പോൾ ഈ 4-5 മാസം കൊണ്ട് ഞങ്ങൾ അവസാനിക്കണം. 2026, 2027, 2028 3 ഘട്ടമായിട്ട് അത് പണിയും. ഒരു സോഴ്സ് ഓഫ് ഇൻകം ഫിനാൻസ് കണ്ടിട്ടുണ്ട് നമ്മൾ. ഈ അത്തരം ഫണ്ടുകൾ ഏകോപിപ്പിച്ച് എടുക്കേണ്ട ഉത്തരവാദിത്തം കൂടി ഇല്ലേ പഞ്ചായത്ത്? സംസ്ഥാന സർക്കാരിലേക്ക് ഒരു കൊടുത്തിട്ടുണ്ട് എന്ന് പ്രസിഡന്റ് പറഞ്ഞത് അതാണ്. അത് വരണമെങ്കിൽ നല്ലതാണ്. കാരണം കുറച്ചൊരു ഡെവലപ്മെൻറ്റ് 28 സെൻറ്റ് സ്ഥലത്ത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. NHൻ്റെ ഭാഗം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ഈ ഏറ്റവും കൂടുതൽ മാങ്കോസ്റ്റിനും റംബൂട്ടാനും പരിയാരം പഞ്ചായത്തിലാണിത്. അവർ ശരിക്കും പറഞ്ഞാൽ കച്ചവടം നടത്തുന്ന ഒരു വഴിയോര ഇതിലാണ്. അതിലൊരുപാട് അപകടങ്ങളും ഉണ്ടാകുന്നുണ്ട്. എപ്പോഴും പരാതികളാണ് വിളിച്ച് പറയുന്നത്. വീഡിയോ അടക്കം എന്ന് വെച്ചാൽ ഇവർ കൈ ഇങ്ങനെ നീട്ടി വണ്ടി അപ്പോൾ നിർത്തുമ്പോൾ ബാക്കിൽ വണ്ടി വന്ന് അപ്പോൾ ആ വീഡിയോ അടക്കം നമ്മളോട് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നു. പക്ഷേ നമ്മൾക്ക് കർഷകരെ അവരുടെ ഇതിൽ പൊതുവായി പഞ്ചായത്തിന്റെ മുൻകൈ എടുത്തൊരു പൊതുവായ ഒരു വിപണന കേന്ദ്രം തയ്യാറാക്കുന്ന അതിനു വേണ്ടിയാണ് ഈ ഇതും കൂടി. അപ്പോൾ അത് ഉദ്ദേശിച്ചിട്ടാണ് നമ്മളവിടെ പണിയാൻ ഈ ഖാദി ബോർഡിൻ്റെ ഇതിൽ പണിയാൻ. അപ്പോൾ അവർക്കൊരു ഇതായിട്ട് കച്ചവടമായിട്ട് നടത്താമെന്നുള്ള ഇതിൽ ഇതുപോലെ ഈ
ഈ വനിതകൾക്ക് പ്രത്യേകമായ പദ്ധതികളോ അത്തരം കാര്യങ്ങളോ ആവിഷ്കരിച്ചിട്ടുണ്ട്? അവരുടെ ഇപ്പം എല്ലാം വനിതാ ശാക്തീകരണത്തിലേക്കും, പിന്നെ നമുക്കറിയാം പഞ്ചായത്തിലേക്കാണെങ്കിൽ പോലും ഇപ്പോൾ സംവരണം അധികം നടക്കുന്നതുകൊണ്ട് ധാരാളമായ സ്ത്രീകൾ ഭരണതലത്തിൽ ഇപ്പം മേഡം അടക്കമുള്ളവർ വരുന്നുണ്ട്. അപ്പം സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വല്ല പ്രത്യേക പദ്ധതികളോ അത്തരം ആസൂത്രണം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ പഞ്ചായത്ത്? ഇപ്പം സ്ത്രീകളെ പ്രൊമോട്ട് ചെയ്യുന്ന പരിപാടിയാണ്. ഇപ്പം ചില അവരുടെ ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് വ്യായാമ കേന്ദ്രങ്ങൾ തുടങ്ങുന്ന പഞ്ചായത്തുകളുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് അത്തരത്തിൽ അവരെ പ്രൊമോട്ട് ചെയ്യുന്നല്ല, അല്ലെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് വലിയ പ്രത്യേകമായ പദ്ധതികളോ അങ്ങനെ എന്തെങ്കിലും? ഫിറ്റ്നസ് സെൻറ്റർ ഉണ്ട്, പിന്നെ യോഗ അത് നടത്തുന്നുണ്ട്. പിന്നെ നമുക്ക് ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ തന്നെ ഒരു ഫാഷൻ ടെക്നോളജി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പൂർത്തിയായിട്ടില്ല. ഈ മഴക്കാലത്ത് നമുക്ക് എനിക്ക് പരിയാരം പഞ്ചായത്തിന് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് വെള്ളപ്പൊക്കത്തിന്റെ കാലത്താണ്. ഒരു പ്രധാന ഭാഗങ്ങളൊക്കെ തന്നെ വെള്ളത്തിനടിയിലാവും. അതിനൊക്കെ ഇനി ഒരു ശാശ്വതമായ പരിഹാരം എന്തെങ്കിലും? നമുക്ക് ഏറ്റവും കൂടുതൽ CSR തടയേണ്ട ഇതായിരുന്നു. അതിന് ഈ പ്രാവശ്യം നമ്മൾ ഫണ്ട് വെച്ച് ഷട്ടറൊക്കെ മാറ്റിയിട്ടുണ്ട്. ഈ വർഷം തന്നെ അത് നടപ്പിലാക്കി, പണി കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് ഒരു സമിതിനെ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ മഴക്കാലത്ത് കോൺട്രാക്ടറെ വിളിച്ച് നമ്മൾ പെട്ടെന്ന് വെള്ളം കൂടുമ്പോൾ എടുക്കാനും തുറക്കാനും ഒക്കെ പറയുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ പഞ്ചായത്തിന്. എന്നുവെച്ചാൽ ഒരുപാട് ടെൻഷൻ അടങ്ങിയ സമയം. കർഷകരും വേണം, കുടിവെള്ളം നാട്ടുകാരും വേണം. നമുക്ക് കൃഷി നശിക്കാൻ പാടില്ല, കുടിവെള്ളം ഇല്ലാത്തൊരവസ്ഥ വരരുത്. അപ്പോൾ ചില കാലാവസ്ഥ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ മെയ് പകുതിയൊക്കെ ആകുമ്പോഴേക്കും 2 മഴ അടുപ്പിച്ച് കഴിയുമ്പോഴേക്കും കർഷകർക്ക് ബുദ്ധിമുട്ട് വരും. അപ്പോൾ പറയും ഷട്ടർ ഇടാൻ പറയും. ഷട്ടർ ഊരാൻ പറയും. അത് ഊരുമ്പോഴേക്കും കുടിവെള്ളത്തിൻ്റെ പ്രശ്നം വരും. അപ്പോൾ അവരവിടെ നിന്ന് വിളി തുടങ്ങും, കുടിവെള്ളം വേണം. അപ്പോൾ ചെയ്യാവുന്നത് സൊല്യൂഷൻ എന്ന് പറയുന്നത് സാറേ, ഈ തോടുകളിലൂടെയാണ് നമുക്ക് ഈ വെള്ളം കയറി വന്നിട്ട് ഫ്ലഡ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ തോടുകളുടെ ആരംഭത്തിൽ പുഴയുടെ നദീമുഖത്ത് ഈ പുഴയിലെ വെള്ളം ഉയരുമ്പോൾ അടയുന്ന രീതിയിലുള്ള ഷട്ടർ സംവിധാനം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഫ്ലഡിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ പുഴ മലച്ച് പൂർണ്ണമായിട്ട് വെള്ളം കയറുകയാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അത്തരം കാര്യങ്ങളിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും അതിന് ശാസ്ത്രീയമായ എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അത് ഇതുവരെ നടന്നു കിട്ടിയിട്ടില്ല. പലപ്പോഴും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ സാങ്കേതിക തടസ്സം എന്താ? അത് ഡിപ്പാർട്ട്മെന്റ് നമ്മളല്ലോ ചെയ്യേണ്ടത്, ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ടത്. മൈനർ ഇറിഗേഷനും അഡീഷണൽ ഇറിഗേഷനും ഒക്കെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവർ കാരണം ഇത്രയും വലിയൊരു ജനങ്ങൾ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ജില്ലാ കളക്ടർ അടക്കം പറഞ്ഞിട്ടുള്ള ഏറ്റവും ഫസ്റ്റ് വരുന്ന ഇപ്പം ഞാൻ പോകാൻ പാടിലെ മംഗലം കോളനിയാണ് ഏറ്റവും ഫസ്റ്റ് വെള്ളം കയറുന്നത്. അത് 18 കുടുംബങ്ങളുണ്ട്. അപ്പോൾ അവരെ സെൻറ്റ് ജോർജ് കോൺവെന്റിൽ എല്ലാ വർഷവും അവർക്കൊരു വിസിറ്റിംഗ് ആണ്. അത് എല്ലാ വർഷവും മലവെള്ളം കയറും. അപ്പോൾ അതൊരു തോടാണ്, കടുങ്ങാട് തോടാണ്. അപ്പോൾ അത് അവിടെ ഒരു റെസിഡൻഷ്യൽ അസോസിയേഷൻ അവരും കൂടെ ഇതിങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അനുവദിച്ച് ചെയ്യണം. അവരുടെ വീടുകളിലും വെള്ളം കയറുന്ന സംവിധാനമുണ്ട്. കുറച്ച് ഇതായിട്ട് വരികയാണെങ്കിൽ, ഹയറായിട്ട് വരികയാണെങ്കിൽ. മഴ തുടങ്ങി കഴിഞ്ഞാൽ ക്യാമ്പ് തന്നെ ആശ്രയം. അതാണ് പറയുന്നത്, ഒരു നല്ലൊരു മഴ പെയ്താൽ വെള്ളക്കെട്ടില്ലാവുന്ന പഞ്ചായത്ത് ആയി മാറി പരിഹാരത്തെ. കാരണം പല പ്രദേശങ്ങളും ഫൈനാൻഷ്യൽ സാമ്പത്തിക പ്രതിസന്ധി വല്ലാണ്ട് പഞ്ചായത്തുകളുടെ വികസനത്തെ ഞെരുക്കി എന്നാണ് പറയുന്നത്. അല്ല, അത് ഒരു കാണാവുന്നൊരു കാര്യമില്ല. വെറുതെ ഞാൻ വാക്കുകൊണ്ട് പറഞ്ഞൊരു കാര്യമില്ല. ഫൈനാൻസ് തന്നെ വേണം. ഇതൊക്കെ വലിയ ഹൈ പ്രോജക്റ്റാണ്. അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. ഇപ്പം ഭരണസമിതി കാലാവധി കഴിയുകയാണ് ഇപ്പോൾ സമീപത്ത് തന്നെ. ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ ജനങ്ങൾക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു വലിയൊരു വികസന പദ്ധതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇനിയൊരു നടപ്പിലാക്കാൻ പോകുന്ന ജനോപകാരപ്രദമായ ഒരു പദ്ധതി, സ്വപ്നം എന്താണ് പഞ്ചായത്തിന് നിലവിലെ ഭരണസമിതിയുടെ? നമ്മൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഖാദി ബോർഡിൻ്റെ സ്ഥലം, അത് അനേകം പേർക്ക് തൊഴിൽ കിട്ടാവുന്നൊരു സംവിധാനമാണ് അതുപോലെ തന്നെ നമ്മുടെ യുവജനങ്ങൾക്കുള്ള ടർഫ്, അതിൻ്റെ ഉദ്ഘാടനങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ കുറേ മയക്കുമരുന്നും ഇപ്പോൾ അറിയാമല്ലോ, മയക്കുമരുന്നൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന വേളയിൽ നമ്മൾക്ക് കുട്ടികൾക്ക് അത്രയും അതിൽ നിന്ന് മാറാൻ വേണ്ടി അവർക്കൊരു കളി സംവിധാനം ഒരുക്കി കൊടുക്കാൻ, അതുപോലെ കൊന്നക്കുഴി സ്കൂളിൻ്റെ ഗ്രൗണ്ട് നല്ല രീതിയിൽ തന്നെ കളിക്കാനുള്ള സംവിധാനം ഒരുക്കി പഞ്ചായത്ത് ഫണ്ട് തന്നെ വെച്ചിട്ട് ഒരുക്കിയിട്ടുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ഈ ലഹരിക്കെതിരെ ഇപ്പോൾ പഞ്ചായത്തുകളും അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒക്കെ കോർത്തിണക്കി, എക്സൈസ്, പോലീസ് എല്ലാം കോർത്തിണക്കിക്കൊണ്ടാണ് പല പരിപാടികളും അത്തരം ക്യാമ്പയിൻ ഒക്കെ കഴിഞ്ഞു. എങ്ങനെയാണ് അതിന് പൊതുവെ ജനങ്ങളുള്ളൊരു സമീപനം എത്രത്തോളമാണ്? അതിൽ ജനങ്ങൾ എല്ലാവർക്കും ഇതറിയാം, കൂടുതലാണ് സമൂഹത്തിൽ ഇത് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എല്ലാവർക്കും, എല്ലാ രക്ഷകർത്താക്കൾക്കും മാതാപിതാക്കൾക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇത് എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത്, കുട്ടികളിൽ നിന്നുള്ള ഇത് മാറ്റുന്നുണ്ടെങ്കിൽ ആ കുട്ടികളെ
രക്ഷകർത്താക്കളോട് ചേർത്ത് നിർത്താം. സ്കൂളുകളിൽ കുട്ടികൾ പോയി വരുമ്പോൾ അവർ കുറച്ച് സമയം അവരോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ ഞാൻ ഏത് മീറ്റിങ്ങിലായാലും ഞാൻ അത് തന്നെ അവരോട് പറയണേ. ഇപ്പോൾ സ്കൂളുകളിൽ പോയി കഴിഞ്ഞാലും പറയണ രക്ഷകർത്താക്കൾ അവർ തീർച്ചയായിട്ടും അവർ ആ കുട്ടികൾ എല്ലാം തുറന്ന് പറയും. ചിലപ്പോൾ ചീത്ത ഉണ്ടാവാം, നല്ലതുണ്ടാവാം. പക്ഷേ ആ ചീത്തേനെ നമ്മൾ കുറ്റപ്പെടുത്തല്ല വേണ്ടത്. അത് എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ച് അവരോട് സമയം ചിലവിട്ടാൽ എല്ലാ കാര്യങ്ങളും കുട്ടികൾ തുറന്ന് പറയും. ഏത് കുട്ടികളായാലും തുറന്ന് പറയും. പക്ഷേ നാളൊരു കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അമ്മ പറഞ്ഞു കൗൺസിലിംഗ് കൊണ്ടുപോകണം. എന്തിനാ കൗൺസിലിംഗ് കൊണ്ടുപോകണമെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു, ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞത് എന്താണ്, ഞാൻ സ്കൂളിൽ നിന്ന് രാവിലെ ഫുഡ് ആക്കി വണ്ടിയിൽ വിടുന്നു. സ്കൂൾ വണ്ടിയിൽ വിട്ടിട്ട് അത് അത്രയും നേരം സ്കൂൾ വണ്ടിയിൽ, അത് കഴിഞ്ഞ് സ്കൂളിൽ അത്രയും നേരം സ്കൂളിൽ, പിന്നെ വൈകിട്ട് വീട്ടിൽ വരുമ്പോൾ അച്ഛമ്മയുണ്ടെങ്കിൽ TV കണ്ടുകൊണ്ടിരിക്കും. പിന്നെ അച്ഛനും അമ്മയും വന്ന ഫോണിൽ. പിന്നെ കുട്ടി ആരെയാ ആശ്രയിക്കാം? പഞ്ചായത്ത് ഇത്തരം ക്യാമ്പയിനുകളിലൂടെ ഇത്തരം അതാണ്. അപ്പം ഞാൻ പറയണത് രക്ഷകർത്താക്കളാണ് ഏറ്റവും കൂടുതൽ വീടുകളിൽ ശ്രദ്ധിക്കേണ്ടത്. രക്ഷകർത്താക്കൾ തന്നെയാണ്. അവർ വന്ന് കുറച്ച് 1 മണിക്കൂർ നേരം അവരായിട്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെല്ലാ കാര്യം തുറന്ന് പറയുന്നു. നമ്മളിപ്പോൾ ഞാനൊരമ്മയാണല്ലോ, നമുക്ക് ഇതാവും. അതിൽ നല്ല കാര്യങ്ങളും പറയും, ചീത്ത കാര്യങ്ങളും പറയും. ഇന്ന് ഏറ്റവും പ്രോബ്ലം കാലഘട്ടത്തിൻ്റെ ആയുധം മൊബൈലാണ്. അവൻ കൽക്കിയാണ്, അവൻ നശിപ്പിച്ചിട്ടേ പോവുള്ളൂ. ആധുനികതയെ പോസിറ്റീവ് അതിൻ്റെതായ രീതിയിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ചെയ്യുന്നില്ല. സ്മാർട്ട് കാലമാണ്, പഞ്ചായത്ത് സ്മാർട്ട് ആകുന്ന കാലമാണ്. 6 വയസ്സ് കഴിഞ്ഞ കുട്ടിക്ക് മൊബൈൽ കൊടുക്കാൻ പാടുള്ളൂ. അപ്പം തന്നെ അവൻ്റെ മനസ്സിൽ ചിന്തകൾ തെളിഞ്ഞു വരികയാണ്. 12 വയസ്സിൽ മേടിക്കും അവൻ അതിൻ്റെ ഘട്ടം. അപ്പോഴും നമ്മുടെ കാരണന്മാരുടെ വിചാരം നമ്മുടെ മോൻ മറ്റേ നിക്ക് അല്ലെങ്കിൽ അത് കണ്ടിരിക്കുകയാണ്, കാർട്ടൂൺ കണ്ടിരിക്കുകയാണെന്നാണ്. അവരതൊന്നുമല്ല, അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും 1 വയസ്സ് 1.5 വയസ്സായ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കണം എങ്ങനെയാ? മൊബൈൽ കാണിച്ചിട്ടാണ്. അന്നാലെ കഴിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ ചില കുട്ടികളെ നമുക്ക് കണ്ടാലറിയാം, കണ്ണ് കണ്ടാലറിയാം എത്രത്തോളം മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. ലഹരിയിൽ നിന്നും ജനത അകലട്ടെ, അപ്പോൾ ജീവിതം ലഹരിയായി മാറട്ടെ. എന്തായാലും ഈ ഒരു സമയവും നമ്മോടൊപ്പം സഹകരിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മായ ശിവദാസൻ, ഒപ്പം തന്നെ പഞ്ചായത്ത് അംഗം കോൺഗ്രസ് പ്രതിനിധി കൂടിയായ PP ആഗസ്റ്റിൻ എന്നിവരുള്ള പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. മറ്റൊരു തദ്ദേശ സ്ഥാപനത്തിൻ്റെ ചർച്ചയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.